കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ടെക് പ്രൊഫഷണൽസിനും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഗെയിമിംഗ് പി സി ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഗിഗാബൈറ്റിൻ്റെ Z790 Aero എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലം മദർ ബോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു മദർ ബോർഡിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആൻഡ് എങ്ങനെയുണ്ടെന്ന് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞുതരാം. യു ഷുഡ് വാച്ച് ടിൽ ദി എൻഡ്. കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ടെക് പ്രൊഫഷണൽസിനെയും ഫോക്കസ് ചെയ്ത് ഇറക്കിയ ഒരു മദർ ബോർഡ് ആയതുകൊണ്ടാണ് ഗിഗാബൈറ്റ് ഇതിന് Aero എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുള്ളത്. ഈ Z790 Aero എന്ന് പറഞ്ഞിട്ടുള്ള മദർ ബോർഡിൻ്റെ അകത്ത് നമുക്ക് 12th Gen Intel പ്രോസസ്സറും 13th Gen Intel പ്രോസസ്സറും സപ്പോർട്ട് ചെയ്യും. ഞാൻ ഈ ഒരു ബിൽഡിനായിട്ട് പെയർ ചെയ്തിട്ടുള്ളത് 13th Gen i5-13400F എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് ചോയ്സ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നോ ആ ഒരു പ്രോസസ്സർ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ i5 13th Gen യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വാല്യൂ ഫോർ മണി, അതുപോലെ തന്നെ പെർഫോമൻസും ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു സോളിഡ് ചോയ്സ് വേറെ ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ്. ഇനി നമുക്ക് മദർ ബോർഡിനെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാവേ. തൊട്ടടുത്ത് വെച്ച് നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ആ ഒരു ഹീറ്റ് സിങ്ക് ആണ്. ഒരു അലുമിനിയം ബോഡി ഹീറ്റ് സിങ്ക് ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ സ്കീമിലാണ് ഇത് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിക്കും. എന്നാൽ ലുക്ക് മാത്രമല്ല, അധികം നോയ്സ് ഒന്നും ഇല്ലാതെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പി സിനെ കൂൾ ചെയ്യാനും ഈ ഒരു ഹീറ്റ് സിങ്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് മദർ ബോർഡ് വാങ്ങുന്ന സമയത്ത് ബോക്സിൻ്റെ അകത്ത് ഒരു മൈക്രോഫോൺ കിട്ടുന്നുണ്ട്. ഈ ഒരു മൈക്രോഫോൺ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നോയ്സിന് മേളിലേക്ക് ഫാൻ സൗണ്ട് വരാതെ ഫാനിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു മൈക്രോഫോൺ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ആ ഒരു മൈക്രോഫോൺ ആ ഒരു സൗണ്ടിനെ പിക്കപ്പ് ചെയ്തതിന് ശേഷം ഇത് കൂടുതലാണ്, ഈ സൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് കളയാമെന്ന് മദർ ബോർഡിന് ഡേറ്റ കൊടുത്ത് അങ്ങനെ ബാലൻസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ സൗണ്ടിനെയും കുറച്ച് വെക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ മൈക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാതെ ബോക്സിൻ്റെ അകത്ത് തന്നെ ഇട്ട് മാറ്റി വയ്ക്കാവുന്നതുമാണ്. ഇനി മെമ്മറിയുടെ കാര്യം പറയുന്ന സമയത്ത് 4 DDR5 റാം സ്ലോട്ട്സ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 128 GB വരെ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ DDR4 നിന്ന് 36% ഫാസ്റ്റർ ആയിരിക്കും നമ്മുടെ DDR5 റാം എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പെർഫോമൻസിനെ നമ്മുടെ DDR5 റാം സ്ലോട്ട്സ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മദർ ബോർഡിൻ്റെ ബാക്കിലായിട്ട് 2 USB Type-C ഉൾപ്പെടെ 10 USB പോർട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 2 USB 2.0 പോർട്ട്, 4 USB 3.2 Gen 1 പോർട്ട്സ്, ഒരു USB 3.2 Gen 2 പോർട്ട്, 2 വൈഫൈ ആൻറ്റിന കണക്ടേഴ്സും 2.5 ഗിഗിൻ്റെ ഇഥർനെറ്റ് ലാനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലായിട്ടുള്ളത് ഒരു HDMI പോർട്ടും. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ Aero ഭയങ്കര ലാവിഷാണ്, ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ വൈഫൈ 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റി ഈസ് ലൈക്ക് എക്സ്ട്രീം. ഗിഗാബൈറ്റ് Z790 Aero വേറൊരു എക്സ്ട്രാ ഫീച്ചർ ഉണ്ട്. Q-Flash Plus എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് മെമ്മറിയോ CPU ഗ്രാഫിക് കാർഡോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ബയോസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇടാം. ഇപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ ഇതിനകത്ത് GTA 5, Far Cry 6 ഇങ്ങനെ കുറേ ഗെയിമുകൾ ട്രൈ ചെയ്തു. അതിൻ്റെ അകത്ത് ലൈക്ക് ആ ഒരു നോയ്സ് നമുക്ക് കുറച്ച് വയ്ക്കാൻ പറ്റുന്നത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ്. കാര്യം നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തോ സ്ട്രീം ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇനി മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗിഗാബൈറ്റിൻ്റെ Z790 Aero എന്ന് പറഞ്ഞിട്ടുള്ളൊരു മദർ ബോർഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും മിനിമൽ അസ്തറ്റിക് ബിൽഡ് വേണ്ടവർക്കും അതുപോലെ തന്നെ ഗെയിമേഴ്സിനും സ്ട്രീമേഴ്സിനും അന്നിങ്ങനെ ഏത് കാറ്റഗറിയുള്ള ആളുകൾക്കും ബെസ്റ്റ് ചോയ്സ് ആണെന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. എക്സ്ട്രീം പവർ ഡെലിവറി, അതുപോലെ തന്നെ സൂപ്പർ സീംലെസ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള കൂളിംഗ് ഫീച്ചേഴ്സ് എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുറകിൽ കാണുന്ന PC മാരക സാധനമാണ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മദർ ബോർഡിൻ്റെ അകത്ത് എന്താണ് ഭയങ്കര അടിപൊളി എന്ന് ഫീൽ ചെയ്തെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.